ബുള്ളറ്റ് സ്റ്റാൻഡിലിട്ട് കോലായിൽ കയറി മേറ്റിന്റെ അടിയിൽ നിന്ന് താക്കോലെടുക്കാനായി കുനിഞ്ഞതും കണ്ടു വാതിൽ പകുതി തുറന്നു കിടക്കുന്നു. ഇതാറിപ്പോ വാതിലുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് നാലുപാടും നോക്കി. ഇനി ഞാനെങ്ങാനും പൂട്ടാൻ മറന്നാണോ? താടി തടവിക്കൊണ്ട് ആലോചനയിലായിരുന്നു അവൻ. അധികം ചിന്തിച്ചു കൂട്ടണ്ട, ഇത് ഞാനാ. ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു വാതിലടച്ച് കുറ്റിയിടുന്ന ഹൃദയെ. നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? താക്കോലെങ്ങനെ? ആ വാതിലോർക്കടി. ആനന്ദേട്ടാ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നു? പതിയെ പറയും, അല്ലെങ്കിൽ ശ്വാസം മുട്ടിപ്പോവും. ശ്വാസം മുട്ടി മരിച്ചുപോയാ പിന്നെ ഉള്ളവൾക്ക് ആരാ? എന്നെ വെറുതെ കരയിപ്പിക്കരുത്. എനിക്കുള്ളതല്ല ഈ ശരീരവും മനസ്സും. പിന്നെതാ ഈ നെഞ്ചിലെ ചൂട് പറ്റി ഒരുപാട് രാത്രി എനിക്ക് ഉറങ്ങാനുള്ളതാ. ആഹാ, അതിനെന്താടി? ഉറക്കി തരാടി നിന്നെയാ. നിന്റെ ചേച്ചി ഒരുത്തിയുടെ കഥകളി കഴിഞ്ഞപ്പോൾ അടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ നീ? ദേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. വയസ്സടിച്ച കാലം തൊട്ട് പ്രേമിക്കുക ഞാൻ. എന്നെങ്ങാനും കെട്ടിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് കെട്ടും, പറഞ്ഞേക്കാം. എന്തോന്ന്? ആര് കിട്ടുമെന്ന്? അവൻ അവളെ നിന്ന് രൂക്ഷമായി നോക്കി. ദേ, ഈ ഫാനിൽ കെട്ടി തൂങ്ങുമെന്ന്. എന്നിട്ടൊരു പേപ്പറിൽ നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെക്കും. എന്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന്. ആഹാ, ആണോ? എന്നാ നീ പോയി തൂങ്ങാദ്യം. അതും പറഞ്ഞ് ഞാൻ വാതിൽ തുറക്കാൻ പോയി. ഓ, എന്തൊരു സാധനം ഇത്! ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചി തന്നെ. മനസ്സിലോർത്ത് ഹൃദയ. ആനന്ദേട്ട ഇപ്പൊ വാതിൽ തുറക്കല്ലേ? അവിടെ ബാൽക്കണിയിൽ തേപ്പാരി നിൽപ്പുണ്ട്, ക്യാമറ കണ്ണുമായിട്ട്. ആര്? ഒന്ന് പോടി ഇറങ്ങി. ആരെങ്കിലും കണ്ട എന്റെ മാനം പോലെ ഈശ്വര. അങ്ങനെ പോകുന്ന മാനാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ ആനന്ദേട്ടാ. ശബ്ദത്തിൽ ഒരു കട്ട കൂട്ടിയിട്ട് വിളിച്ചു പറഞ്ഞ. സത്യമായിട്ട് ഞാൻ തൂങ്ങും. ആനന്ദേട്ടൻ പിന്നെ ഹൃദയം പൊട്ടി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ മാനസികമായി പാടിയടക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. മുഖത്ത് പറ്റാവുന്നത്ര ദുഃഖഭാവങ്ങൾ വാരി വിതറി അഭിനയിച്ച് തകർത്ത് നിറയാത്ത കണ്ണുകൾ വെറുതെ തുടച്ചു. നാശം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഡാമർ തൊട്ട് ഒരേ ഒഴുകിൽ ചിരി തുപ്പിലേച്ചേക്കാൻ കണ്ണിൽ. ഇറങ്ങി പോടി. പോയി എന്താന്ന് വെച്ചാ ചെയ്യ്. അതും പറഞ്ഞ് ആ വാതിൽ തുറന്ന് അവൾ പിടിച്ചളി വാതിലടച്ചു. പാതാളക്കണ്ണിൽ നിന്ന് പിടുത്തമിട്ട് കിണറ്റിലേക്ക് വീണ വട്ടച്ചെമ്പ് പോലെ അവൾ പൂമുഖത്തേക്ക് മുഖമടിച്ച് വീണു. തന്നെ ഞാൻ പിന്നെ എടുത്തോളാട്ടോ. അതും പറഞ്ഞ് തിരിഞ്ഞടന്ന് ഹൃദയ. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറുന്നു കണ്ടു ട്രോഫിയെ ഒക്കെ തിരുത്തി എന്റെ അടുത്തേക്ക് ഓടി വരുന്നവളെ. നീ എന്തിനാ പാന്തിന്റെ വീട്ടിൽ പോയത്? അവളെന്നെ ആകെ മൊത്തം ഒന്ന് നോക്കുന്നുണ്ട്. ഞാനൊരാവശ്യമില്ലാതെ മുഖത്ത് നാണം വാരി വിതറി. അത് പിന്നെ എന്നെ തനിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു ആനന്ദേട്ടൻ. ഞാനെങ്ങനെ പറയും ചേച്ചിയോട്? ആനന്ദേട്ടന് നീ അവിടെ? അവിടെ രണ്ട് ഉണ്ടക്കണ്ണുകൾ കൊണ്ട് എന്നെ ഇപ്പോൾ ചൂഴ്ന്നെടുക്കുന്ന തോന്നിയപ്പോൾ എന്നിലെ ബുദ്ധിരാക്ഷസി ഉണർന്നു. അവിടെ ഒക്കെ തിരിക്കുന്ന ട്രോഫിക്ക് ഒരു ഉമ്മയും കൊടുത്ത് അകത്തേക്ക് ഓടിക്കേറി. അവൾ തകർന്നു പോയി എന്ന് എനിക്ക് മനസ്സിലായി. നിക്കടി അവിടെ. നീ എന്തോർത്തിട്ടാ അയാളുടെ പുറകെ കിടക്കുന്നത്? നീ എഞ്ചിനീയറിംഗ് പഠിപ്പും കഴിഞ്ഞ് നിൽക്കുന്നു, അയാളോ വെറും +2. പിന്നെ പ്രായം നിനക്ക് അയാൾ ഒരു തരത്തിലും ചേരില്ല. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിനെ നീയല്ല ഞാൻ, ഇത് ഹൃദയ. നിന്റെ 15 വർഷത്തെ പ്രണയമല്ല, എന്റെ 8 വർഷത്തെ പ്രണയം. നീ നിന്റെ ബുൾഗാൻ കിട്ടിയവന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കണ്ട. അതിനൂടെ വേറെ ആളുണ്ട്. എന്ത് പറഞ്ഞടി? എന്റെ ഏട്ടനും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? മൂക്കിൽ വലിച്ച് കയറ്റുമോ? അങ്ങേര് വരാൻ സമയമായിട്ടില്ലല്ലോ. നിന്റെ വയറ് വീർപ്പിക്കാൻ മാത്രല്ലേ അങ്ങേര് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നു. ഗൾഫിൽ പോയി സുഖിക്കാനായിട്ട് ചേച്ചി നീ ആ പാവത്തിനെ തേച്ച്. എന്നിട്ടിപ്പോ എന്തായി? ഫ്ലൈറ്റിന്റെ അടുത്തെങ്കിലും പോകാൻ നിന്നെ കൊണ്ട് സാധിച്ചോ? എടി, നീ ചെവിയിൽ നുള്ളിക്കോ. നീ ആന്റെ കല്യാണം കഴിക്കില്ല. അങ്ങേര് നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. ഹിമയാണ് ഈ പറയുന്നത്. എന്റെ മനസ്സിലിട്ട് ഒരു പടക്കവും പൊട്ടിച്ചാണ് കുരുപ്പ് ചാടിത്തുള്ളി പോയത്. സ്വയം കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഞാനും. ഇനി ആ പോയ കുരുപ്പിന് കരിനാക്കാണോ ഈശ്വര? ആനന്ദേ, നീ ഒരുങ്ങിയോ? ടൗണിൽ പോണ്ട് സാധനം വാങ്ങാൻ. മുണ്ടും മടക്കി കുത്തി തറയിൽ തോർത്തും ചുറ്റി കൈകോട്ടും പിടിച്ച് നിൽക്കുന്ന ആനന്ദിനോട് പറഞ്ഞു ജോസേട്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പോയാൽ മതി വാനും കൊണ്ട്. അതും പറഞ്ഞ് പറമ്പിലേക്ക് നടന്നു അവൻ. അല്ലടാവേ, നിനക്കെന്താ ഇപ്പൊ പെട്ടെന്നൊരു കൃഷിഭ്രാന്ത്? ചേനയും ചെയ്യുമ്പൊക്കെ നടണം. അതെന്തിനാണോ ഇപ്പോ? ജോസേട്ടൻ താടിയും തടവിക്കൊണ്ട് ചോദിച്ചു. അതോ അത് എന്റെ 16 വിളമ്പാൻ ഒന്ന് പോയി തരാമോ? എന്തോ നാടുന്നുണ്ടല്ലോടാ. അതും പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയൊന്ന് ആക്കി ചിരിച്ച അയാൾ അവിടെ നിന്ന് പോയി. പോകുന്ന പോക്കിൽ എതിരെയുള്ള വീട്ടിലേക്കൊന്ന് കണ്ണു വായിക്കാൻ അയാൾ മറന്നില്ല. ആനന്ദ് ഇടം കണ്ടിട്ട് ബാൽക്കണിയിലേക്ക് നോക്കി. ആ സാധനത്തിനവിടെ കാണാനല്ലോ. ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഈശ്വര. ഞാനാണെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ വായിൽ വന്നൊക്കെ പറയും ചെയ്തു. ഏയ്, ഞാനെന്തിനാ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത്? അവിടെ എന്നെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുക. അതും പറഞ്ഞ് വീണ്ടും കിളക്കാനായി തുടങ്ങി. ഇടയ്ക്ക് അവൾ അവിടെ ഉണ്ടോ എന്ന് ഇടം കണ്ടിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് അവൻ. അങ്ങനെ ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോഴായിരുന്നു കണ്ടത് തന്നെ മാത്രം നോക്കിയിരിക്കുന്നവളെ. എന്തോ എഴുതുന്നുമുണ്ട്. അവളെ കണ്ടതും ശ്വാസം നേരെ വീണു. പണി നിർത്തി പോവാനായി തിരിഞ്ഞതും ചക്ക വീണ പോലൊരു ശബ്ദം അലർച്ചയും കുറച്ച് പേപ്പറുകളും പൊങ്ങി പറക്കുന്നുണ്ട്. ഹൃദയയുടെ വീട്. അയ്യോ എന്റെ മോളെ, പറഞ്ഞ പോലെ ചെയ്തല്ലോടി നീ എന്നും പറഞ്ഞ അവിടെ അമ്മയുടെ നിലവിളി കേട്ട് ഏന്തി വലിഞ്ഞ് അങ്ങോട്ട് നോക്കി അവൻ കണ്ടു താഴെ വീണ് കിടക്കുന്നവളെ. പിന്നെ ഒരു ഓട്ടമായിരുന്നു അവൻ അവിടെ അടുത്തേക്ക്. കണ്ടോടാ ആനന്ദേ, എന്റെ മോള് കാണിച്ച് നിനക്ക് വേണ്ടിയാണ് അവള്. അമ്മ ഗോളടിച്ച് കയറ്റുന്നുണ്ട്.
ഞാനാണെങ്കിൽ കണ്ണുകൾ ഇറുക്കി അടച്ച ആ കിടപ്പങ്ങ് കിടന്നു. ആവൂ, ടൈൽസ് ഇട്ട തറയിൽ നിന്ന് കുണ്ടിയാണെങ്കിൽ പൊക്കാനും പറ്റുന്നില്ല. ആനന്ദേട്ടൻ ഇപ്പൊ എന്നെ എടുക്കും. അമ്മയൊന്നും മിണ്ടായിരുന്നേ, പിടിക്ക്, ആശുപത്രി കൊണ്ടുപോവാ. ഭദ്രകാളിയോ പറയുന്നു, ഈ പിശാശിപ്പ എവിടുന്നാ വന്നേ? മനസ്സിലങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. അയ്യോ, എന്റെ കുഞ്ഞു പോയേ, ഏട്ടനോട് ഞാനിനി എന്ത് സമാധാനം പറയും? അങ്ങനെയാണെങ്കിൽ ഇവിടെയില്ല, ഒന്ന് എടുക്കാറുന്നേ എന്റെ മോളെ. കവിയൂർ പൊന്നമ്മയെ, അല്ല എന്റെ പൊന്നമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊടുക്കാൻ തോന്നിപ്പോയി എനിക്ക്. വാവ്, ഓസ്കാർ വിന്നിംഗ് പെർഫോമൻസ്. 2 കൈ കൊണ്ട് എന്നെ പൊക്കിയെടുത്ത് ഞാൻ ആ മാറോട് പറ്റിക്കിടന്നു, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ. കാറിലേക്ക് കയറുമ്പോൾ ആ മടിയിൽ എന്റെ തലയെടുത്ത് വെച്ച് എന്റെ ശരീരത്തിൽ എന്തോ ഒട്ടുന്ന പോലെ ഞാൻ കണ്ണുകൾ ചിമ്മി തുറന്നു. മോള് കണ്ണുറന്നിട്ടാ. ഞാൻ കണ്ടു രാജപ്പൻ ചേട്ടൻ, ഞങ്ങളുടെ തോട്ടത്തിലെ റബ്ബർ വെട്ടുകാരൻ, 4 പാട് നോക്കുന്നുണ്ട്. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സ്റ്റെയറിംഗ് പിടിച്ചിരിക്കുന്ന ആനന്ദേട്ടൻ അമ്മ അടുത്തിരുന്ന് കണ്ണുനീർ തുറന്നു വിട്ടിട്ടുണ്ട്. ഒരു സ്പർശന സുഖം ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതോ ആ വായിൽ നിന്ന് വന്ന ദിനേശ് ബീഡിയുടെ വൃത്തികെട്ട നാറ്റം. ഹോ അമ്മച്ചി, എന്റെ ഉള്ള ബോധം കൂടെ പോയി. കയ്യിലൊരു കെട്ടും കെട്ടി അമ്മയും അച്ഛനും ശോകമോഹരായി ഇടം വരതിരിക്കുന്നുണ്ട്. ആനന്ദേട്ടൻ വീട്ടിൽ പോയി എന്ന് അച്ഛൻ പറയുന്ന കേട്ടു. ഹോ, എന്നാലൊരു വല്ലാത്ത വീഴ്ചയായി പോയി. ഓരോന്ന് ആലോചിച്ച് കിടന്ന് കണ്ണടഞ്ഞു പോയി. പരിചയമുള്ളൊരു ശബ്ദം കേട്ടത് ഞാൻ കണ്ണു തുറന്നു. ഒരു പൂച്ച ചിരിയോടെ കൈകെട്ടി എന്നെ നോക്കി നിൽക്കുന്ന ചങ്ക് മാളവിക മോഹൻ. ഇവളെന്റെ ബെസ്റ്റിയാ. ഞാനും വിട്ടുകൊടുത്തില്ല. അവളെ നോക്കി ഒരു അവിഞ്ഞ ചിരി അങ്ങ് ഇളിച്ചു കൊടുത്തു. അല്ല പിന്നെ, മോളെ ഇവിടെ കുറച്ചു നേരം ഇരിക്കാവോ? ഞങ്ങൾ പോയൊരു ചായ കുടിച്ചിട്ട് വരാം. അതിനെന്താങ്കിൽ പോയിട്ട് വാ, ഞാനിവിടെ കാണും. അവരങ്ങോട്ട് ഇറങ്ങിയതും ഒരു നിഗൂഢത നിറഞ്ഞ മുഖഭാഗത്തോടെ അവൾ എന്നെ നോക്കി. എന്താടി ഇത്? നിന്റെ അമ്മ പറയുന്നല്ലോ നീ ചാകാൻ പോയതാണെന്ന്. അത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്തിനാ? ഞാൻ ചത്തില്ലല്ലോടി. അതൊരു നാളം കേട്ട ചാട്ടായി പോയി. ഇത് പെണ്ണെ, മറ്റുള്ളവർ കോമഡി കളക്കുന്ന പോലെ നീ എന്നെ ആക്കല്ലേ? നിനക്കിപ്പോ കാര്യല്ലേ? അതും ചോദിച്ചൊരു ചിരി അങ്ങോട്ട് പാസ്സാക്കി. ആ, കാലിന് ടിപ്പ് കൊടുക്കുന്നവളാ നീ. നീ ചാവാനോ? നിന്റെ ചെവി കാണിക്കടി, പറഞ്ഞുതരാം. ഞാനൊരു ചിത്രം വരച്ചതാ. വളരെ താഴ്മയോടെ അവളോടായി പറഞ്ഞു ഞാൻ. എന്ത്? ശബ്ദം കുറച്ച് കൂടിപ്പോയെന്ന് വേണിക്ക് തോന്നി. ആ സാധനത്തിന്റെ മുഖത്താണെങ്കിൽ ഭയങ്കര എക്സ്പ്രഷനും. അല്ല, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ ചിത്രം? എന്റെ ആനന്ദേട്ടന്റെ. അതിന് നിനക്ക് വരക്കാനൊക്കെ അറിയോടി? ഇല്ല. പിന്നെ നീ എന്ത് കോക്കനട്ടാടി വരച്ച്? അതുപോട്ടെ, ചിത്രം വരച്ചെന്ന് നീ എങ്ങനെയടി താഴെ വീണ്? അതോ അന്നേരം മുട്ടിയത്. ആരാ മുട്ടിയത്? മാളുവിന്റെ മുഖം ആകാംക്ഷ നിർഭരമായിരുന്നു. ആരും വന്ന് മുട്ടിയതല്ല, എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടി, അതാ പറഞ്ഞേ. അയ്യേ, അതായിരുന്നോ? സംഗതി നടത്തി വന്നപ്പോ എന്റെ ചിത്രം കാണുന്നില്ല. ഒന്നും കൂടെ അവിടെ തപ്പി നോക്കിയപ്പോഴത്തേക്ക് കിടക്കുന്ന സാധനം സൺഷെയ്ഡില്. അതെടുക്കാനായിട്ട് കുനിഞ്ഞതാ. അപ്പോഴല്ലേ നമ്മുടെ നായകൻ, സോറി എന്റെ അങ്ങേരെ ഒന്ന് വൃത്തി കാണാൻ വേണ്ടി നല്ലപോലെ കുനിഞ്ഞു. പിന്നെ താഴെ ചെന്ന നോട്ടം നിന്ന്